അമ്മ ഇന്നെന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോണു നോമ്പറക്കാന്? നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം ഏലാഞ്ചി. അത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. പല സ്ഥലങ്ങളിലും പല പേരാണ് അതിന് പറയുന്നത്. അതിനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ആദ്യം നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള മാവ് കലക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു കോഴിമുട്ടേനെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിനെ ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സാക്കി അരച്ച് കൊണ്ടുവരാം. മക്കളെ, മാവ് അങ്ങോട്ട് മിക്സിയിൽ അരയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് കറണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അതാ ഈ സാധനം വെച്ചാണ് നമ്മൾ മാവ് മിക്സാക്കിയത് കേട്ടോ. നമുക്കിനി തുറന്നിട്ടേ ഇതാണ് സാധനം കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, കട്ടയൊന്നുമില്ല. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ മാവ് ഈ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ കേട്ടോ. ഇതിൽ കണ്ടില്ലേ, തരിയോ കട്ടയോ ഒന്നുമില്ല. ഈ പരുവത്തിൽ വേണം നമുക്ക് കലങ്ങി കിട്ടാൻ കേട്ടോ. ഇനി മാവ് അവിടെ ഇരിക്കട്ടെ, നമുക്കിനി അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാനിത് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കുകയാണ്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് അങ്ങോട്ട് ചൂടായി വന്നാൽ നമുക്കിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് കളറായി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാൻ. ഈ ഒരു കളറാവുമ്പോൾ നമുക്കിനി ഇതിൽ മുന്തിരി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉണക്ക മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരട്ടെ. മക്കളെ, ഈ അണ്ടിപ്പരിപ്പിന് മുന്തിരിക്കൊന്നും അളവില്ല കേട്ടോ. അത് നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഇട്ടാൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി. ഇത് കണ്ടില്ലേ, നമ്മുടെ മുന്തിരിയൊക്കെ ബോൾ പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. ആ തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ചെറിയ കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലിനി ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് മിക്സായി വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഏലാഞ്ചിയുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. നമുക്കിനി ദോശ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ദോശ ഉണ്ടാക്കുന്ന ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ്. ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒന്നും പുരട്ടണ്ട. നമ്മുടെ സാധാ ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും പുരട്ടിയിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ. എന്നാലാണ് നമ്മുടെ ദോശ നൈസാവുകയും ചെയ്യും, നല്ല സിമ്പിളായിട്ട് എടുക്കാനും കിട്ടും. ഇനി നമുക്ക് ഈ മാവിനെ നമ്മൾ ദോശയൊക്കെ ഒഴിക്കുമല്ലോ, അതേപോലെ ഒഴിച്ച് നമ്മൾ ദോശയൊക്കെ പരത്തുന്നത് പോലെ നന്നായിട്ട് നൈസായിട്ട് പരത്തി കൊടുക്കുക. ലേശം വലിപ്പം ഉണ്ടായിക്കൊട്ടിട്ട് ഇനി മേലത്തെ നനവൊക്കെ ഒന്ന് വെന്ത് മാറി വരട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, ഇങ്ങനെ അടിഭാഗം നല്ല വെന്തിട്ടുണ്ട്. അപ്പം മേലെ കണ്ടില്ലേ, നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതുണ്ടാക്കുമ്പോൾ മീഡിയം ലെവലിൽ വേണം തീ വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇത് കണ്ടില്ലേ, ഇപ്പം 2 സൈഡും വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. കണ്ടില്ലേ, ഞാൻ ഒഴിച്ചോക്കട്ടെ കേട്ടോ. അതിൻ്റെ പകുതി കൂടി ഒഴിക്കേ. ഇത്ര മതിയോ? ആ, ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണല്ലേ.
പരത്തലൊക്കെ. നീ അങ്ങനെ ഈച്ച ഊരും പോലെ പരത്തുമ്പോഴത്തേക്ക് അടിയിലുള്ള മാവ് വെന്തിട്ടുണ്ടാവും. ഒന്നുമില്ല മുത്ത. ഇതാട്ടെ ഞാൻ വെച്ചതും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താ എന്താ മറിച്ചിടാറായില്ലേ? പോരമ്മ എടുക്കട്ടെ ആ പാത്രം. ഇത് കണ്ടില്ലേ മക്കളെ, അങ്ങനെ നമ്മൾ എല്ലാ മാവും ദോശയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏലാഞ്ചി ആക്കി എടുക്കാം. അതിന് വേണ്ടി നമുക്കൊരു ഏലാഞ്ചി ദോശ എടുത്ത് ഒരു വലിയ പാത്രത്തിലേക്ക് അങ്ങോട്ട് കമത്തിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കതിൽ നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് ഒരു സൈഡിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് നീളത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് ചുരുട്ടുക. ഇങ്ങനെ 2 ചുരുട്ടാക്കിയിട്ട് ഈ സൈഡും ഇങ്ങനെ വെക്കുക. ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഫില്ലിങ് പുറത്ത് പോവാതിരിക്കാനാണ് അങ്ങനെ മടക്കണത് കേട്ടോ. എന്താ കണ്ടില്ലേ? അങ്ങനെ ഒരു ഏലാഞ്ചി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. ആദ്യം ഒരു ദോശ വെച്ച്, പിന്നെ നമ്മുടെ ഫില്ലിങ് വെച്ച്, ഇതിങ്ങനെ ചുരുട്ടി ഇവിടെ ഇങ്ങനെ വെച്ച്, ഇവിടെ ഇങ്ങനെ വെച്ച് നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇത് കണ്ടില്ലേ? ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ഏലാഞ്ചിയുടെ പണി ഇത്രയേ ഉള്ളു. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ? അതിൻ്റെ ഫില്ലിങ് അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങ, നല്ല സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റും. നോമ്പ് കാലങ്ങളിലൊക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇനി വേറെ സ്ഥലങ്ങളിലൊക്കെ വേറെ രീതിയിലൊക്കെ ആയിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ പറഞ്ഞ് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.